ഓർമ്മക്കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ. സംഗീതം നന്മയുടെ പക്ഷമാണ്. മാപ്പിള സംഗീതത്തെ ജനപക്ഷത്തേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുന്ന ജനകീയ വേദിയാണ് പട്ടുറുമാൽ. ഈ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. പട്ടുറുമാലിന്റെ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രഗത്ഭരായ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സജ്ല സലീം, അബൂട്ടി വാഷ്, എരിഞ്ഞോളി മൂസാക്ക, പട്ടുറുമാലിന്റെ എല്ലാം ഓർക്കസ്ട്ര ടീം. ദിവ്യ എത്തുന്നു ചിത്രമൽഹാർ റൗണ്ടിലെ പെർഫോമൻസുമായി. ദിവ്യ ആളെ അങ്ങ് മാറിപ്പോയല്ലോ. ഞാൻ വിചാരിച്ച ആരെ ഈ ഇറങ്ങി വരുന്നത്. ഇഷ്ടപ്പെട്ടു. ദിവ്യക്ക് ചേരുന്നുണ്ട് ഉടുപ്പ്. താങ്ക് യു. ഇത് ഏത് പാട്ടിന് വേണ്ടിയിട്ട് ഡ്രസ് ചെയ്താ വന്നിരിക്കുന്നത്? ഇത് കുട്ടിക്കുപ്പായം എന്ന ഫിലിമിലെ കല്യാണ രാത്രിയിൽ എന്നുള്ള സാങ്. ആഹാ, അപ്പൊ കല്യാണ പെണ്ണാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണാണ്. അപ്പൊ നാണമൊക്കെ ഓൾറെഡി മുഖത്ത് വരുത്തി വെച്ചോ? ശ്രമിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
ഇവിടെ അഭിനേതാക്കളെ മുട്ടിയിട്ട് നടക്കാ വയ്യ. യാഷിക്കേ എന്താണ് ലാസ്റ്റ് വന്ന് ഫുൾ ഷോ സ്റ്റീൽ ചെയ്ത് പോയി, അടിച്ചു മാറ്റി. ദിവ്യയിൽ ഒരു അഭിനേത്രി ഉണ്ട് എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ അഭിനയത്തിൻ്റെ ആദ്യ കളരിയാണിത്. നന്നായിട്ടുണ്ടായിരുന്നു. കുട്ടി കുട്ടി സാധനങ്ങളാണ്, ചെറിയ ചെറിയ അനക്കങ്ങൾ, ചെറിയ ചെറിയ എക്സ്പ്രഷൻസ്, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. താങ്ക് യു ചേച്ചി. ഇനി പാട്ടിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. അബൂട്ടി മാഷേ. ദിവ്യ, മാഷേ നല്ല രസമുണ്ടായിരുന്നു പാട്ടുകൾ, താങ്ക് യു മാഷേ. നല്ലൊരു സെലക്ഷൻ. എനിക്ക് ആദ്യം തന്നെ പറയാമെന്ന്, നമ്മളെ അത് ബാബുക്കൻ്റെ ഈ സംഗീതം, ഭാസ്കര മാഷ രചനയിൽ ബാബുക്ക ചെയ്ത അതിൽ നമ്മളെ ഓർക്കസ്ട്ര അത് അതേപോലെ വളരെ അതിൽ സിത്താർ പീസ് മുതൽ ഫ്ലൂട്ട്, ഷേനാൻ്റെ ടോണ് എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ഒരു ഒരു കൈയോടി കൂടി കൊടുക്കുക. ആ ഒരു 1964 ഒരു ആ കാലഘട്ടത്തിലേക്ക് നമ്മളാണ്ട് എത്തിച്ചു അവർ. കുട്ടിക്കുപ്പായം, കോഴിക്കോട് ഈ കുട്ടിക്കുപ്പായം 100 ദിവസം കളിച്ചിട്ട് 100ാം ദിവസം ആഘോഷിച്ച ഒരു പടമാണ് ഈ കുട്ടിക്കുപ്പായം. അതിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റാണ്. ഓരോ പാട്ടുകൾ എടുത്ത് ചോദിച്ചാൽ ഒരു കൊട്ട പൊന്നു മുതൽ പൊൻവളയില്ലെങ്കിലും അങ്ങനെ പോയാൽ അത് എല്ലാം ഗംഭീരമാണ്. ഇപ്പം അടുത്ത് തന്നെ അത് ഈ കഴിഞ്ഞ മാസം അതിൻ്റെ ഒരു 50ാം വാർഷികം കുട്ടിക്കുപ്പായത്തിൻ്റെ ആഘോഷിക്കപ്പെടും തൃപ്പയാറ്. പിന്നെ ഓർക്കസ്ട്ര ചെയ്തിരുന്ന ഞാൻ തന്നെയായിരുന്നു അവിടെ അതിൻ്റെ ആഘോഷം. ആ കുട്ടിക്കുപ്പായം മോളെ പാട്ടിൽ പ്രശ്നങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു, പിന്നെ കഥകിൻ്റെ പിന്നിൽ പോയി എന്നുള്ളത് എനിക്ക് നല്ലോണം ഒരു പതറിച്ച അവിടെ വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പിന്നെ കല്യാണ പിറ്റി കാണാതിരുന്ന ആ സ്ഥലം പിന്നെ നീറി നിർത്തിയപ്പോൾ ഒന്ന് കുറച്ചൊന്ന് പതറിപ്പോയി. അതുപോലെ ആശതൻ അനുരാഗപൂമരം തളിരണിഞ്ഞു അതിൽ അതുവരെ നല്ല വൃത്തിയായിട്ട് പാടിയിരുന്നു അവിടെ. ആശതൻ പൂക്കാലം പൂ ചൊരിഞ്ഞു, ആ പൂ ചൊരിഞ്ഞതിനും പൂ ഒന്ന് ചൊരിഞ്ഞില്ല കുറച്ച്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ആക്ഷനായിരുന്നു, നല്ല ഭാവമായിരുന്നു. നടി എൻ്റെ ഷോട്ട് അതിൽ കണ്ടപ്പോൾ ഏകദേശം ആ വേഷം വളരെ നന്നായിട്ടുണ്ട്. മോൾക്ക് നല്ലൊരു ശബ്ദമുണ്ട്. മോൾക്ക് ഈ പാട്ടിന് പറ്റിയ ശബ്ദമാണ്. ഇതാരാ പാടിയത് അറിയാം? ലീലാമ്മയാണ് പാടിയത്. അത് ഞാൻ പറയുന്നത് നല്ലൊരു ഇതാണ്. പി ഭാസ്കരൻ മാഷ്, ബാബുക്ക, പി ലീല, മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. മോള് ശ്രദ്ധിക്കുക, ഇനി ഇങ്ങനത്തെ പാട്ടുകൾ പാടും. എന്തൊന്ന് പേടിച്ചതുപോലെ പാടി. എൻ്റെ ശബ്ദത്തിന് എന്തേ പ്രശ്നമുണ്ടോ? ശബ്ദത്തിന് പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരുന്നുണ്ട്. തെങ്ങ് വന്ന് വീണിട്ടൊന്നും പറ്റിയില്ല, തല പോയി എന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചുമ വന്നാ പോരെ. ഓക്കെ നമ്മളെ ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ പാടുമ്പോൾ ശ്രദ്ധിക്കുക. ദിവ്യ അഭിനയത്തിൽ ശ്രദ്ധിച്ചു പോയോണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ വിട്ടുപോയി. ചെറിയൊരു ഭയം, പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഭയന്നുകൊണ്ടേ പാടി. അങ്ങനെ ഭയക്കുന്നതിന് ആ ഭയം അല്ലാതെ മറ്റേ ശബ്ദത്തിൻ്റെ തകരാറ് കൊണ്ടുണ്ടായ ഒന്നുമല്ല, ആ ഭയത്തിൻ്റെ തകരാറാണ്. ഈ ശീലിയും അംബികയിലും മുസ്ലിം വേഷം ധരിച്ചാൽ പിന്നെ മുസ്ലിം പെൺകുട്ടിയൊക്കെ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല ലോകത്ത്. എനിക്കുമല്ല വെച്ചാൽ ശരിക്കും വെച്ചാൽ ഇവരെ കണ്ടാൽ കെട്ടിയ പെണ്ണിനെ മൊഴി കൊടുത്ത് ഈറ്റകളെ കെട്ടിക്കളിയാന്ന് തോന്നിപ്പോകും. അത്രയും കടുകടുപ്പുള്ള ഒരു വേഷം അവർക്ക് ഈ മുസ്ലിം വേഷം കിട്ടിയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് ഇതിന് ഭയങ്കര നല്ല പാട്ടുകാരിയല്ലേ. അതുകൊണ്ട് ആ ഭയമെല്ലാം കൂട്ടി വിടണം കേട്ടാ. നല്ല വൃത്തിയായി പാടാൻ ശ്രമിക്കണം. ഭയം മാത്രമേ ഉള്ളൂ, വേറൊരു തകരാറുമില്ല. എക്സ്പ്രഷനോട് കൂടിയിട്ടൊന്ന് പാടിക്കേ. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി, പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. രസമുണ്ട് കേട്ടോ.
ആ പഴയ നടികളൊക്കെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ലേ, അതൊക്കെ പാടിക്കൊണ്ട് വരുന്ന കാണുമ്പോഴേ നല്ല നല്ല ഭംഗിയാണ്. അതൊക്കെ നല്ലൊരു പ്ലസ് ആണ് കേട്ടോ. പിന്നെ എവിടെയാണ് പോയത് നമുക്ക്? അനുപല്ലവിയിലും ചരണത്തിലൊക്കെ ഹൈ പോർഷൻസ്. അതാണ് ഹൈയിൽ മോള് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ബേസ് പോർഷൻ ഒന്നും കുഴപ്പമില്ല. വോയിസ് ഒക്കെ ഒരു അതാണ് മാഷ് ചോദിച്ചില്ലേ വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അത് വോയിസ് ചെറിയൊരു അടപ്പുള്ളതുപോലെ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ്. എന്തായാലും കെയർ ചെയ്യും ദിവ്യ കേട്ടോ. ബെസ്റ്റ്. ഇനി നമുക്ക് ദിവ്യയുടെ മാർക്സിലേക്ക് പോവാം. അബൂട്ടി മാഷേ. ഞാൻ 40-ൽ 34 മാർക്ക്. മൂസക്ക. 40-ൽ 34 തന്നെ. സജ്ലത. 15.5. ദിവ്യയുടെ ടോട്ടൽ മാർക്സ് 83.5 ഔട്ട് ഓഫ് 100. ഇല്ല ദിവ്യക്ക് ഇതിലും കൂടുതൽ മാർക്സ് മേടിക്കാം ഇല്ലേ? ദിവ്യ നല്ല പാട്ടുകാരിയാണ്. ദിവ്യ മ്യൂസിക് ടീച്ചറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ടീച്ചറെ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. തീർച്ചയായിട്ടും. പാടി പ്രാക്ടീസ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വടിയെടുത്ത് വെക്കും. ദിവ്യ ടീച്ചർ കുട്ടികൾക്ക് അടിക്കാനായിട്ട് വെക്കുന്ന പോലത്തെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.